സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോടിന് സമീപം കാണാതായ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. ദൌത്യം ദുഷ്കരമാണ്. സ്ലാബ് പോലെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് ദൌത്യം ദുഷ്കരമാക്കുന്നത്. നടക്കുന്നുണ്ട്, തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്ത് വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്? നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള വിവരം കിട്ടിയില്ല. ജോയിയെ കിട്ടിയില്ല എന്നുള്ള വിവരം അറിയാവൂ. സ്കൂബ ഡൈവിംഗിന്റെ പണി നടക്കുന്നുണ്ട്. റെയിൽവേയുടെ ഒരു ടീം ഇപ്പോൾ സജ്ജമായി രംഗത്തുണ്ട്. ഇവരുടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതുവഴി എത്തും, എവിടം വരെ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വന്നിട്ടില്ല. അവരുടെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം റെയിൽവേ ഒരുക്കിയിട്ടുള്ള ടീം വേണ്ടി വന്നാൽ അവരിറങ്ങും രംഗത്ത്. മണ്ഡലത്തിലെ ഒരു നിർധന കുടുംബത്തിലെ അംഗമാണ് ഈ ജോയി. ഈ കരാറെടുത്ത ആള് വിളിച്ച് വന്നതാണ്. ഇവര് കൂട്ടായി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇയാൾക്ക് വളരെ പെട്ടെന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് വരികയും ഇയാള് ഒഴുകി പോവുകയും ചെയ്തതെന്നാണ്. അമ്മ മാത്രമാണുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ വീട്ടിൽ നിന്നും പോയി അവരെ കണ്ടു, അവരെ സാന്ത്വനപ്പെടുത്തി. ജോയിയെ കണ്ടിട്ടില്ല എന്നതിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ജോയിയെ കിട്ടുന്നതുവരെ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. സംഭവിച്ചപ്പോൾ നമ്മൾ ഇത് വളരെ ഹൈ റിസ്ക് ഉള്ള ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ഇറങ്ങി, ഈ മാൻ ഹോളിൽ ഇറങ്ങി അങ്ങോട്ട് സെർച്ച് ചെയ്തു. അപ്പോഴത്തേക്ക് ഈ വേസ്റ്റ് ഇങ്ങനെ വെട്ടിട്ടെങ്കിലുണ്ട്, നല്ല പ്രശ്നമാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. 40 മീറ്ററിലും പോയി ഫുള്ള് പോയായിരുന്നു. അവിടെ ലൊക്കേറ്റ് ക്ലിയർ ആയി, പക്ഷെ കിട്ടുന്നില്ല. ഇനി ബാക്കി കൂടെ നോക്കുന്നുണ്ട്. അതായത് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചുള്ള ആ സ്ഥലത്തോട്ട് ഇവിടെ മുമ്പോട്ടാണോ അതോ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ ഇങ്ങോട്ടാ പോയത്. തിരിച്ച് ഇനി അങ്ങോട്ടോട്ട് നോക്കണം. എന്നാലും ഈ ബെഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലേക്കും വേസ്റ്റ് താഴ്ന്ന നിൽക്കുന്നത്. ഈ സ്ലാബ് പോലെയാണ് ഈ വേസ്റ്റ് നിൽക്കുന്നത്. ഇല്ല നമ്മൾ സെർച്ചിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല, പിന്നെ ഒന്നും പറയാറായിട്ടില്ല. അതാണ് കാരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. റെസ്ക്യൂ ചെയ്യുന്ന ആൾക്ക് പോലും വളരെ ഹൈലി റിസ്ക് ആയിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടുപേർക്ക് മാത്രം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലൂടെയാണ് ചെല്ലുന്നത്. ഒരു കേവ് ഡൈവ് തന്നെയാണിത്. നമ്മളിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള മാൻഹോളിൽ നിന്ന് നമ്മൾ ഓപ്പണിങ്ങിലേക്ക്, എൻട്രി പോയിന്റിലേക്ക് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഏതാണ്ട് 40 മീറ്റേഴ്സ് ഇപ്പോൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിനിടയ്ക്കുള്ള എൻട്രി പോയിന്റിനും ഈ 3rd പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള ഏരിയ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഡൈവേഴ്സ്, സ്കൂബ ഡൈവേഴ്സ്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഡൗൺ സ്ട്രീം നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തത് ഈ 3rd പ്ലാറ്റ്ഫോമിന് മിഡിലുള്ള ആ മാൻഹോളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയ്തിരുന്നത്. അത് ആ ബ്ലോക്കേജ് കംപ്ലീറ്റ് അല്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് താഴേക്ക് പോകില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നമ്മളിപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന് താഴേക്കുള്ള ഭാഗത്ത് സെർച്ച് ചെയ്തേ പറ്റും. ഇന്നലെ എൻട്രി പോയിന്റിൽ നിന്ന് 40 മീറ്റർ ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്തിരുന്നു. ഇന്ന് ഇവിടെ ഈ 3rd പ്ലാറ്റ്ഫോമിൽ 40 മീറ്റർ എൻട്രി പോയിന്റിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് അതിനിടയ്ക്കുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. മാൻഹോളിനുള്ളിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. ടീമിലെ 3 പേരാണ് ഇപ്പോൾ നിലവിൽ മാൻഹോളിനുള്ളിലുള്ളത്. ഇതിൽ 2 പേര് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരാണ് ഇപ്പോൾ ഈ പറയുന്ന 40 മീറ്റർ കവർ ചെയ്തത്. അവർക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലവിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിരിക്കും. അവിടെ വർക്ക് സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അറിയത്തുള്ളൂ അവിടെ എത്രമാത്രം സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണെന്നുള്ളത്. അത് സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ മാക്സിമം നമുക്ക് അരമണിക്കൂർ അത്രമാത്രമേ പറ്റുള്ളൂ. NDRF ടീം ഇപ്പോൾ അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ അവരോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് സ്കൂബ ടീം വീണ്ടും ഇറങ്ങും. പിന്നെ നമ്മൾ ഇന്നലെ ആലോചിച്ചൊരു കാര്യം വന്ന ബാൻഡിക്കൂട്ടിന്റെ ഒരു റോവർ വെച്ചിട്ടൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരും. തെരച്ചിൽ 25 മണിക്കൂർ പിന്നിട്ടു. NDRFന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. ശുചീകരണ തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സംശയിക്കുന്ന മാൻഹോളിനുള്ളിൽ സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങി പരിശോധിച്ചെങ്കിലും ആദ്യ 40 മീറ്ററിനുള്ളിൽ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ സാധിച്ചില്ല. 50 മീറ്റർ കൂടി പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. 25 പേർ അടങ്ങുന്ന സ്കൂബ ടീം 3 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുക. സ്കൂബ ടീമാണ് രാവിലെ തൊട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ 2 ടീം ഇറങ്ങി നോക്കിയതിൽ അവർ 40 മീറ്ററോളം 2 സൈഡിലേക്കും പോയപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം വറ്റിയിട്ട് ഈ മാലിന്യം ഒരു കുറച്ച് പാറ പോലെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. മാലിന്യത്തിനിടെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അങ്ങോട്ട് കയറണം. ഇപ്പോൾ ഞങ്ങളുടെ ടീമിന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ജീവന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള മാലിന്യം കട്ടിയായിട്ട് കിടക്കുന്നത്. അവർക്ക് പൊങ്ങാൻ കഴിയുന്നില്ല. പലയിടത്തും വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയ ടീംസിനെ കൂടാതെ 25ഓളം പുതിയ സ്കൂബ ടീം മെമ്പേഴ്സ് മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവരും. അവർ 3 പേരുടെ ടീമായിട്ട് 24 hours 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്കുള്ള ഈ റൂട്ട് എങ്ങനെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടെ. ഈ ട്രാക്കിനടിയിൽ കൂടെയുള്ള
കനാലിന്റെ റൂട്ട് മാപ്പൊക്കെ അവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അത് വെച്ച് ക്ലിയർ ചെയ്ത് പോയാലേ ഇത് തുരന്നങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ എവിടെയാണെന്ന് വെള്ളമുള്ളിടത്തോളം സ്ഥലത്തേക്ക് നമുക്ക് ഡൈവ് ചെയ്ത് പോകാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് ഡൈവ് ചെയ്ത ആൾക്കാർ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്ര ടൺ കണക്കിന് അവിടെ കല്ല് പോലെ പാറ പോലെ ഉറച്ചിരിക്കുക. അപ്പോൾ അത് മാലിന്യം നീക്കം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് റെയിൽവേ കോൺട്രാക്ടറോട് അതിനുള്ള ടാസ്ക് കൊടുക്കാനായിട്ട് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻ 24 hours കണ്ടിന്യൂ ചെയ്യും. മാരായമുട്ടം സ്വദേശി ജോയിയെ ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കാണാതായത്. വി വിനോദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിനോദ്, ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു ജോയിയെ കാണാതായിട്ട്. ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് എന്താണ്? പർവ്വതി, ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിലാണ് ഈ തിരച്ചിൽ തുടരുന്നത്. രണ്ട് ഭാഗത്തുകൂടി നേരത്തെ ഈ രണ്ട് വശമാണ് ഈ ടണലിന്റെ രണ്ട് ഭാഗത്തു കൂടിയും NDRFന്റെ അംഗങ്ങൾ ഇപ്പോൾ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ പരിശോധന നടത്തുകയുമാണ്. ഏതാണ്ട് 50 മീറ്ററോളം ഇതിനകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവശേഷിക്കുന്ന ഏതാണ്ട് 40-50 മീറ്റർ കൂടിയാണുള്ളത്. ഏതാണ്ട് അത്രയും തന്നെ ദൂരം ഈ പരിശോധന നടത്തിയതിന്റെ ഏതാണ്ട് അത്ര തന്നെ ദൂരം ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ടെന്ന വിവരമാണ് നൽകുന്നത്. ഈ സ്കൂബ ടീം അവർക്ക് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സാങ്കേതിക സംവിധാനങ്ങളും അവരുടെ കൈവശമുള്ള ഈ മറ്റ് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂർണ്ണമായും അവരുടെ ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത്. ഇവിടെ ക്യാമറയുടെ സഹായമുണ്ട്. ക്യാമറ, അതായത് ഈ വെള്ളത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന തരത്തിലുള്ള ക്യാമറയാണ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ക്യാമറയാണ്. ആ ക്യാമറ അതിന് പ്രൊപ്പല്ലറുണ്ട്. ഈ പ്രൊപ്പല്ലർ മുന്നോട്ട് പോകണമെങ്കിൽ, അത് കറങ്ങണമെങ്കിൽ മാലിന്യം ചെയ്യേണ്ടതുണ്ട്. ഈ മാലിന്യം വലിയ തോതിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രൊപ്പല്ലറിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നോട്ട് പോകുന്നതിനോട് തടസ്സമുണ്ട്. പരമാവധി മാലിന്യം ഒഴിവാക്കി ഈ ക്യാമറ കൂടി പ്രയോജനപ്പെടുത്തിയുള്ള തിരച്ചിൽ അത് സാധ്യമാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ടണൽ എന്ന് നമ്മൾ ഈ പറയുമ്പോൾ അതിന് ഉള്ളിൽ പല കർവുകളുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അല്പം സമയം മുൻപ് അതിന്റെ ഒരു രൂപത്തെക്കുറിച്ച്, ഇതിന്റെ ഒരു ഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ടണൽ രൂപത്തിൽ പോകുമ്പോൾ അതിന് ചില കർവുകളുണ്ട്. ഈ കർവുകളിലെല്ലാം തന്നെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല, തടിക്കഷ്ണങ്ങളും കാലങ്ങളായി ഒഴുകി വരുന്നതും ഉണ്ട്. കല്ലുകളുണ്ട്, വലിയ വലിയ കല്ലുകൾ എല്ലാം തന്നെ പല സ്ഥലങ്ങളിലായി ഇങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട്. ഇത് ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല മാലിന്യം മുന്നോട്ട് ഒഴുകി പോകാതെ തടഞ്ഞു നിൽക്കുന്നതിനുള്ളൊരു പ്രധാന കാരണം കൂടിയാണ്. അവിടേക്കാണ് NDRFന്റെ അംഗങ്ങൾക്ക്, ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്. അതൊരു ചെറിയ കാര്യമല്ല, വളരെയധികം റിസ്ക്കുള്ള ഒരു സംഗതി തന്നെയാണ്. ഏതാണ്ട് 150 മീറ്ററോളം 150 മീറ്ററിനുള്ളിൽ ആകെ വരുന്നുണ്ട്. അതിൽ തന്നെ 117 മീറ്റർ എന്നാണ് നേരത്തെ ഫയർഫോഴ്സ് മേധാവി പറഞ്ഞത്. 117 മീറ്റർ പൂർണ്ണമായും ടണൽ എന്നതാണ്. 150 മീറ്ററോളം പ്രദേശം റെയിൽവേയുടെ ഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ തന്നെ ടണൽ ആയി വരുന്നത് ഏതാണ്ട് 117 മീറ്റർ ദൂരത്തിലുള്ള ആ ഒരു പ്രദേശമാണ്. അതിനുള്ളിൽ രണ്ട് വശത്തു കൂടിയും പ്രവേശിച്ച് തിരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. ഇന്നലെയും ഇന്നുമായി ചില തർക്കങ്ങൾ, മാലിന്യം കുടിഞ്ഞു കൂടിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഒഴിവാക്കി വെച്ച് അതിൻ്റെ ഒരു ഏകോപനം സാധ്യമാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലായി സ്കൂബ ടീം അംഗങ്ങൾ മാറിയാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ആരോഗ്യവകുപ്പിന്റെ ഒരു സെന്റർ ഇവിടെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു കേന്ദ്രം, താൽക്കാലിക കേന്ദ്രം, ആരോഗ്യവകുപ്പിന്റെ ഒരു കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും എല്ലാം ഉണ്ട്. NDRFന്റെ അംഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ഡോസ് സൈക്ലിൻ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. കാരണം എലിപ്പനിയൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നവരുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കേണ്ട കാര്യം. ഈ CK ഹരീന്ദ്രൻ MLA, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് കാണാതായ ജോയി. ജോയിയുടെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് MLA പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നിർധന കുടുംബമാണ്, വിവാഹിതനില്ല, അമ്മയും ജോയിയുമാണ് വീട്ടിലുള്ളത്. ഈ കൂലിവേല ചെയ്തുള്ള ഒരു ജീവിത മാർഗമാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ ജോയി എത്തുന്നതും. ഈ മാലിന്യം നീക്കുന്നതിന് റെയിൽവേ കരാർ നൽകുകയും ആ കരാറുകാരന്റെ ജീവനക്കാരനായി ജോയി എത്തുകയുമായിരുന്നു. ഇതിനിടയിലാണ് ജോലി ചെയ്യുന്നതിനിടെ ഈ മഴ ഉണ്ടാവുകയും നഗരത്തിൽ പല ഭാഗത്തായി ശക്തമായ മഴ അനുഭവപ്പെടുകയും ഈ ആമേഴഞ്ചൻ തോട്ടിൽ
ഒഴുക്ക് ശക്തമാവുകയും ചെയ്തു. ഈ ഒഴുക്കിൽപ്പെട്ടാണ് ജോയിയെ കാണാതാകുന്നത്. ഒപ്പമുണ്ടായിരുന്ന 2 തൊഴിലാളികൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതായിരുന്നാലും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നത് തന്നെയാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അഗ്നിശമന സേനയുടെ 50 അംഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ പത്മകുമാർ അറിയിച്ചിരുന്നതാണ്. ഫയർഫോഴ്സ് മേധാവി അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ 2 വശത്തു നിന്നുള്ള പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. 25 അംഗങ്ങൾ ഉൾപ്പെടുന്ന 3 ടീമുകളാണ് പരിശോധന നടത്തുന്നത്. മറ്റൊരു സാധ്യത രാവിലെ ആന്റണി രാജു MLA പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇതിന്റെ ഒരു ഒഴുക്ക് പരിശോധിച്ചാൽ ആമഴഞ്ചൻ റോഡിന്റെ ഒഴുക്ക് നോക്കിയാൽ ഈ ഭാഗം കഴിഞ്ഞാൽ വഞ്ചൂർ ഉൾപ്പെടാനോട് ആ ഭാഗത്തുകൂടി ഒഴുകി കണ്ണമൂല ഭാഗത്തുകൂടി അത് ആക്കുളം ഭാഗത്തേക്കാണ് എത്തുന്നത്. നമ്മൾ ആക്കുളം വേളിക്കായലുകൾ എന്ന് പറയുമെങ്കിലും വേളിക്കായലാണ്. വേളിക്കായൽ 2 ഭാഗത്തെയാണ് നമ്മൾ വേളിക്കായലെന്നും ആക്കുളം കായൽ എന്നും പറയുന്നത്. പക്ഷേ ഒരു ജലാശയം തന്നെയാണ്. അവിടേക്കാണ് ഈ ഒഴുക്ക് ചെന്നെത്തുന്നത്. അത് കഴിഞ്ഞാൽ കടലിലേക്ക് പോവുകയാണ്. വേളി കടൽത്തീരമാണ് ഇതിന്റെ പൊഴി മുറിഞ്ഞാൽ പോകുന്ന സ്ഥലം. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒഴുക്ക് പോകുന്ന വഴികൾ. ഏതായിരുന്നാലും വിശദമായ പരിശോധന ഈ കാണാതായ ആൾ ഈ ഭാഗം കഴിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല എന്നാണ് അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടം കേന്ദ്രീകരിച്ചുള്ള ഈ തിരച്ചിൽ ശക്തമാക്കിയതും. നേരത്തെ തന്നെ റിവ്യൂ മീറ്റിംഗ് ചേർന്നിരുന്നുണ്ട്. VC ഉൾപ്പെടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോഴും ഈ തിരച്ചിൽ ശക്തമായി തുടരുകയാണ്. പാർവതി, വിനോദ്, ഈ കനാലിൽ നിന്ന് മാലിന്യം നീക്കി മുന്നോട്ടുള്ള പരിശോധനയാണോ നടക്കുന്നത്? ഇതിന് എത്ര സമയം കൂടി വേണ്ടിവരുമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്? പാർവതി, അതിന്റെ ഒരു സമയം പറയുക അസാധ്യമാണ്. കാരണം നമ്മൾ ഇന്നലെയും ഇന്നുമായി കണ്ടതാണ് മാലിന്യം കോരി മാറ്റാൻ പറ്റുന്ന സ്ഥലം, അതായത് ഓപ്പണായ സ്ഥലം. ഇങ്ങനെ ഈ ടണലിന് പുറത്ത് ടണൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ മാലിന്യം കുമിഞ്ഞുകൂടിയിരുന്നു. ആ മാലിന്യം നീക്കുന്നതിന് തന്നെ എത്ര സമയം വേണ്ടി വന്നു എന്ന് നമ്മൾ കണ്ടതാണ്. വലിയ നെറ്റ് കൊണ്ടുവന്ന്, വലിയ വല കൊണ്ടുവന്ന് ആ വലയിൽ ക്രെയിനിന്റെ JCBയുടെ സഹായത്തോടു കൂടി ആ വല മുകളിലേക്ക് മാലിന്യം കെട്ടി വലിച്ചാണ് കണക്കിന് മാലിന്യം ഇവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനകത്തെ മാലിന്യം എങ്ങനെ എത്ര സമയമെടുത്ത് മാറ്റും എന്നത് നമുക്ക് ഇപ്പോൾ പറയുക അസാധ്യമാണ്. അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാത്രവുമല്ല, ഇത് ഓരോ മീറ്ററും മുന്നോട്ട് പോകുന്നത് അതീവ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. ടണലിനുള്ളിലെ സാഹചര്യം നമുക്കറിയാം. നമുക്ക് പുറത്തു പോലും നിൽക്കാൻ പറ്റുന്നില്ല. അത്ര കണ്ട് ഈ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുള്ളിലാണ് ഈ രക്ഷാപ്രവർത്തകർ നിൽക്കുന്നത്. പക്ഷേ അതിനകത്തേക്ക് പോകുന്നവർ ഓക്സിജൻ മാസ്കും മറ്റ് രക്ഷാ സംവിധാനങ്ങളുമൊക്കെയും വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് മുന്നോട്ടുള്ള യാത്ര അത് എളുപ്പമുള്ള ഒരു സാഹചര്യം ആകില്ല എന്ന് തന്നെയാണ്. കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല, ഈ കാലങ്ങളായുള്ള മറ്റ് അജൈവ മാലിന്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ, തടിക്കഷ്ണങ്ങൾ, വലിയ വലിയ മരക്കഷ്ണങ്ങൾ, പാറക്കല്ലുകൾ, ഇതെല്ലാം തന്നെ ഈ തോട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് 1-2 പേർ നീന്തിയെത്തി, ഈ മുങ്ങൽ വിദഗ്ധർ നീന്തിയെത്തി അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചുമന്നു മാറ്റുകയോ വലിച്ചുകൊണ്ടുവരികയോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഉള്ളിലേക്ക് പോകുമ്പോൾ അത് മാറ്റിക്കൊണ്ടുവരിക എന്നത് എളുപ്പമുള്ളൊരു സംവിധാനമല്ല. അത് മാറ്റുന്നതിന് വേണ്ടി ഏതെങ്കിലും യന്ത്ര സംവിധാനം ഇതിനുള്ളിലേക്ക് കയറ്റിവിടാൻ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലൂടെ ഇവർക്ക് എത്താൻ കഴിയുന്ന അത്രയും ദൂരം എത്തുക എന്നത് മാത്രമാണുള്ളത്. പക്ഷെ അപ്പോഴും അവിടെ ഏതാണ്ട് 50 മീറ്ററോളം ഇനിയും എത്തപ്പെടാത്ത സ്ഥലമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമം അത് നമുക്കറിയാം. ഈ പോകുന്ന ഉദ്യോഗസ്ഥർ, ഇതിന്റെ മുന്നിൽ നിൽക്കുക, അവർ മനുഷ്യരാണ്. അവർക്ക് മനുഷ്യസാധ്യമായ എല്ലാ കാര്യവും അവർ ചെയ്യുന്നുണ്ട്. പറഞ്ഞു നിശ്ചയം ശ്രമകരമായ ദൌത്യമാണ്. ഈ ടണലിന്റെ രൂപഘടന കൃത്യമായി മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ 50 മീറ്ററോളം മാത്രമാണ് അവർക്ക് ഇതുവരെ ചെന്നെത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി ഒരു 50 മീറ്ററിലേറെ ദൂരം ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ ഈ ടണലിന്റെ രൂപഘടന കൃത്യമായി മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ? റെയിൽവേയുടെ കയ്യിലാണ് ഇതിന്റെ ഈ ഘടന സംബന്ധിച്ചുള്ള വിവരങ്ങളുള്ളത്. പൂർണ്ണമായും റെയിൽവേയുടെ ഭൂമി ആയതുകൊണ്ട് തന്നെ, റെയിൽവേ ട്രാക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനടിയിലുള്ള ഒരു സ്ട്രക്ചർ എന്നത് റെയിൽവേയുടെ കൈവശം ഉള്ള ഒരു കാര്യമാണ്. അത് പൂർണ്ണമായും അവരിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് തന്നെ അത് വളരെ കാലം മുമ്പ്, പതിറ്റാണ്ടുകൾ മുൻപ് നിർമ്മിക്കുന്ന ഒരു
റെയിൽവേ ലൈനാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ വിശദമായ ഇതിലേക്ക് വന്നിറങ്ങുന്ന ഓടകൾ ഒരുപക്ഷെ ഈ റെയിൽവേയുടെ ഭൂമി കഴിഞ്ഞാൽ പിന്നെ ഈ തോട്ടിലേക്ക് വന്നിറങ്ങുന്ന ഓടകളുണ്ട്. അതിലൂടെയുള്ള ഒഴുക്ക് എങ്ങനെ എന്നത് സംബന്ധിച്ച് അതായത് പല വശത്തേക്ക് ഓടകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നുള്ള വെള്ളം തിരികെ ഒഴുകുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പല ഭാഗത്തേക്കും ഈ വീണ്ടും ചെന്ന് കയറുന്ന തരത്തിലുള്ള ഓടകൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒഴുക്ക് എങ്ങനെയാണ്, അതിനുള്ളിൽ പെട്ടാൽ എങ്ങനെയാണ് ഒരുപക്ഷെ ആ ഒഴുക്കിന്റെ ഘടന എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും ഒരു വ്യക്തതയില്ല എന്ന് തന്നെ പറയാം. കാരണം വളരെ മുമ്പ് നിർമ്മിച്ച രാജഭരണകാലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഓടയാണ്. അതിനുശേഷം ഈ റെയിൽവേ ലൈനുകളൊക്കെ വരുന്നു. അതും പിന്നീട് ഈ കോളനി വാഴ്ചയൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണവും അതിൻ്റെ കാര്യങ്ങളുമൊക്കെയും വരുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കയ്യിൽ അത് സംബന്ധിച്ച് പൂർണ്ണമായ രൂപരേഖ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് സംബന്ധിച്ചുള്ള അതിൻ്റെ മാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് ഈ ഓപ്പറേഷൻ അനന്തയുടെ സാഹചര്യം പരിശോധിച്ചാൽ തന്നെ അറിയാം. 2015 ഓപ്പറേഷൻ അനന്ത നടപ്പാക്കുന്നത്. അന്ന് ജിജി തോംസണായിരുന്നു ചീഫ് സെക്രട്ടറി, ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കൈക്കൊണ്ട ഓപ്പറേഷൻ അനന്ത, ആ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഈ ശുചീകരണം നടത്തുമ്പോൾ പല ഓടകളും പുതുതായി കണ്ടെത്തുകയും, അതായത് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശമോ റവന്യൂ വകുപ്പിന്റെ കൈവശമോ ഉള്ള മാപ്പിനപ്പുറത്തേക്ക് ചില ഓടകളും കയ്യേറ്റങ്ങളും കണ്ടെത്തി. അതായത് പല കെട്ടിടങ്ങളും ഇരിക്കുന്നത് ഓടകൾക്ക് മുകളിലായിരുന്നുവെന്ന് കണ്ടെത്തി. അത് ഒഴിപ്പിച്ചു, കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ആ ഓടകളെല്ലാം ശുചിയാക്കി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പദ്ധതി അവസാനിച്ചു. അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നതൊക്കെയും അന്ന് ചർച്ചയായി വന്നതാണ്. പക്ഷേ ഏതായിരുന്നാലും വളരെ ഊർജിതമായി നടന്നു വന്നൊരു പദ്ധതി സ്വിച്ചിട്ട പോലെ അവസാനിച്ചു എന്നതാണ്. പിന്നീട് സംഭവിച്ചത് നമുക്കെല്ലാം അറിയാം. ഈ ഒഴിപ്പിച്ച സ്ഥലങ്ങളെല്ലാം വീണ്ടും കയ്യേറുന്ന നിലയുണ്ടായി. ഈ ഓടകളെല്ലാം വീണ്ടും പഴയ തരത്തിലേക്ക് മാലിന്യം അടിഞ്ഞുകൂടുന്ന നിലയിലേക്ക് പോയി. തിരുവനന്തപുരം നഗരം വീണ്ടും വെള്ളക്കെട്ടിന്റെ ഒരു തലസ്ഥാനമായി മാറി. കഴിഞ്ഞ മഴക്കാലത്ത് പോലും നമ്മൾ കണ്ടതാണ്. 1 മണിക്കൂർ മഴ പെയ്തതും തിരുവനന്തപുരം നഗരം മുങ്ങുന്ന കാഴ്ച. ആ തരത്തിൽ തിരുവനന്തപുരത്ത് സാഹചര്യങ്ങൾ മാറി. ഇപ്പോഴും ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലുള്ള ചർച്ചകൾ അത് എങ്ങും എത്താതെ പോകുന്നു. ഒരു നഗരഹൃദയത്തിലൂടെ മാലിന്യം ഒഴുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ജലസ്രോതസ് എന്ന നിലയിലേക്കാണ് ആമയിഴഞ്ചൻ തോട് നിലനിൽക്കുന്നത്. അതിനൊരു മാറ്റം എന്നത് പല തവണ ചർച്ചകളായെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. 13 കോടി രൂപ മാത്രം ഈ അടുത്ത കാലങ്ങളിൽ മാത്രം ഇതിന്റെ ശുചീകരണത്തിന് വേണ്ടി ചെലവിട്ടു. അതായത് കോടികൾ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കോടികൾ പല വഴികൾ പോകുന്നതിനുള്ള ഒരു ഉപാധിയായി കൂടി ഈ തോട് മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. പലപ്പോഴും ഈ കോരി വയ്ക്കുന്ന മാലിന്യങ്ങൾ തീരത്ത് തന്നെ വയ്ക്കുകയും അടുത്ത മഴയിൽ അത് വീണ്ടും ഇതിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ വളരെ നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ പോലും ഉയരുന്ന, അങ്ങനെ പണം തട്ടി മാറ്റുന്നതിന് പല വഴികളിലൂടെ ചോർച്ച, ഈ ചെലവ് സർക്കാരിന്റെയോ നഗരസഭയുടെയോ ഒക്കെ ഫണ്ട് ചോർന്നു പോകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളായി മാറുന്നു. അവിടെ റെയിൽവേക്കെതിരെയുള്ള ആരോപണമായി വരുന്നത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ അവർ ശുചീകരണം നടത്തിയില്ല എന്നതാണ്. പക്ഷേ ഈ ശുചീകരണം നടത്തേണ്ട സാഹചര്യം അത് ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങളാണ് തേടേണ്ടത്. പ്രധാനമായും ഇങ്ങനെ മാലിന്യം അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരാളെ കാണാതാകുമ്പോഴാണ് ഇത്രയും സജീവമായ ചർച്ചകളിലേക്ക് ഇത് പോകുന്നത്. ഇങ്ങനെയുള്ള ഗൗരവമുള്ള വിഷയമായി ഇത് മാറുന്നത്. അല്ലാതെ ആരും ഇതിനെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഭവം. ഇതൊരുതരം ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ MLA, മേയർ, തിരുവനന്തപുരം നഗരസഭ മേയർ, അതോടൊപ്പം ജില്ലാ കളക്ടർ തുടങ്ങി എല്ലാ ആളുകളും ഇവിടെ ഈ തിരച്ചിൽ നടത്തുന്ന കേന്ദ്രത്തിലുണ്ട്. അവർ ഇതിന്റെ ഏകോപനം നടത്തുന്നുണ്ട്. ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു പകൽ ഒരു രാത്രി വീണ്ടും ഒരു പകലിൽ തുടരുകയാണ്. പറഞ്ഞു വിനോദ്, ഈ തോടിനടിയിൽ കോൺക്രീറ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം ഇത് കോൺക്രീറ്റ് ആണോ, ഇതിന്റെ ആഴം എത്ര വരും എന്നുള്ള കാര്യം മറ്റു ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? അതോ ഇതിനടിയിൽ ചെളിയോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ആണോ? പല സ്ഥലങ്ങളിൽ പല ആഴത്തിലാണ്. കാരണം ഈ തോടിന്റെ അടിത്തട്ട് മാലിന്യം അടിഞ്ഞുകൂടിയ പ്രദേശങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ തുറന്ന ഭാഗത്ത് ഈ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന ഭാഗത്ത് ഏതാണ്ട് മുക്കളവ് വെള്ളം മാത്രമാണുള്ളത്. പക്ഷേ എന്നാൽ ഈ തോടിന് ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാണ്ട് ഒരു 5.5 അടി ഉയരത്തിലെങ്കിലും
വെള്ളമുണ്ട്, ജലനിരപ്പ് ആ നിലയ്ക്കാണ്. അവിടെ ഇറങ്ങുന്ന ആളുകൾ ആ നിലയ്ക്ക് മുങ്ങുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ പല അളവിലാണ് വെള്ളം ഉള്ളത്. അടിയിലൂടെ നീന്താൻ കഴിയുന്നുവെന്നാണ് നേരത്തെ രാവിലെ ഇറങ്ങിയ ഈ സ്കൂബ ടീമിലെ അംഗങ്ങൾ പറഞ്ഞത്. അടിയിലൂടെ നീന്തി പോകാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ മാലിന്യം അവിടെ തട്ടി നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഒരു പാളി പോലെ, വലിയൊരു പാളി പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ആ ഭാഗത്തേക്ക് നീന്തി പോകുന്നതിന് പ്രയാസമുണ്ട്. ഇപ്പോൾ പോലീസ് ഇവിടെ ഈ വന്നുകൂടിയ ആളുകളെ ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമത്തിനാണ്. കാരണം ഈ ഒരു സംഭവം അറിഞ്ഞ് തിരുവനന്തപുരം നഗര കേന്ദ്രമാണ്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം ചേരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിറങ്ങുന്ന ആളുകൾ മുഴുവൻ ഈ രക്ഷാപ്രവർത്തനം വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ സ്വാഭാവികമായും ഇത്രയും ആൾക്കൂട്ടമുണ്ടാകുമ്പോൾ അത് ഇങ്ങനെ മറ്റ് നടപടിക്രമങ്ങളെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ കടിച്ചുകൂടിയ ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. എല്ലാവിധ ഏകോപനത്തോടു കൂടിയാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെയും നഗരസഭയുടെയും റെയിൽവേയുടെയും കൂട്ടായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന് അടിയിലെ ഈ ടണലിലെ രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് NDRF പറയുന്ന കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇതെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെ ഇന്നുമായി കണ്ടതാണ് ഈ തുറന്ന സ്ഥലത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മാലിന്യം തന്നെ എത്രമാത്രം ശ്രമകരമായാണ് നീക്കം ചെയ്തത് എന്നത്. വലിയ വല കൊണ്ടുവന്ന് ആ വലയിൽ മാലിന്യം JCBയുടെ സഹായത്താൽ വലിച്ച് കരയിലേക്ക് കയറ്റുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കമ്പിവേലിയുണ്ട്, കമ്പിവേലിയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയാണ് JCBയുടെ സഹായത്തോടെ മാലിന്യങ്ങൾ പുറത്തേക്ക് എടുത്തത്. ആ നിലയ്ക്കുള്ള ഒരു പരിശ്രമമാണ് നടന്നത്. നമുക്ക് പലപ്പോഴും ഈ സ്കൂബ ടീം അംഗങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ചില പ്രതീക്ഷകളുണ്ടാകും, എന്തെങ്കിലും സൂചന ലഭിച്ചു എന്ന ഒരു പ്രത്യാശ തോന്നും. പക്ഷേ ഇതുവരെ വന്ന ആളുകൾ, ഈ പരിശോധന നടത്തി പുറത്തേക്ക് വന്ന ആളുകൾ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ വിവരങ്ങളല്ല പങ്കുവയ്ക്കുന്നത്. ഈ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ ദൗത്യമാണ്. അത് വിശ്രമമില്ലാതെ ഈ മണിക്കൂറുകളിലും തുടർന്ന് പോവുകയാണ്. പർവ്വതി, വിരോധി കൂടുതൽ സംവിധാനം എപ്പോൾ എത്തിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്? ഇപ്പോൾ കൂടുതൽ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവരുടെ തിരച്ചിൽ, രണ്ടു വശത്തുകൂടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ടണലിന് ഏതാണ്ട് 117 മീറ്റർ നീളമാണ്. ഈ ടണൽ ആകെ വരുന്നത് 117 മീറ്റർ നീളത്തിലേക്കാണ് വരുന്നത്. ഈ ടണലിന്റെ രണ്ട് വശത്തുകൂടിയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ നഗരസഭയുടെയും ഒക്കെയും ഉന്നതരായ ആളുകൾ ഇവിടെ എത്തി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മേയർ വീണ്ടും ഈ സ്ഥലത്തേക്കെത്തി. കളക്ടറും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഡെപ്യൂട്ടി മേയർ തുടങ്ങി പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ക്യാമറയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സബ്മറൈൻ പോലെ പ്രവർത്തിക്കുന്ന ക്യാമറയാണ്. യുവ സംരംഭകർ തയ്യാറാക്കിയ ക്യാമറയാണ്. ഈ ക്യാമറ വെള്ളത്തിലൂടെ സഞ്ചരിച്ച് അതിനുള്ള ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ നമുക്ക് അത് കാണാൻ കഴിഞ്ഞതാണ്. ഈ ടണലിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് തടസ്സമുണ്ട്. ഈ മാലിന്യം തന്നെയാണ് അവിടെയും തടസ്സമായി നിൽക്കുന്നത്. പ്രൊപ്പല്ലറുകളുടെ സഹായത്തോടെ പ്രൊപ്പല്ലറുകൾ കറങ്ങുമ്പോഴാണ് അതിലെ ഒരു രീതിയിലാണ് മുന്നോട്ട് ക്യാമറ ഘടിപ്പിച്ച സംവിധാനം പോകുന്നത്. 3 ക്യാമറകളാണുള്ളത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് 3 ക്യാമറകളാണ്. മുൻവശത്ത് ഒരു ക്യാമറയും ഇരുവശങ്ങളിലുമായി 2 ക്യാമറയും, അങ്ങനെ 3 ക്യാമറകളാണ് ഈ സംവിധാനത്തിലുള്ളത്. പക്ഷേ പ്രൊപ്പല്ലറുകൾ മാലിന്യത്തിൽ തട്ടി കറങ്ങാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറച്ചെങ്കിലും ക്യാമറ കടന്നു പോകാനുള്ള സാഹചര്യം, അത് മാലിന്യം നീക്കി ക്യാമറയ്ക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഈ മുങ്ങൽ വിദഗ്ധർ അവർക്ക് തൊട്ടു മുന്നിലുള്ള ഭാഗത്ത് സൃഷ്ടിച്ചാൽ കുറച്ചുകൂടി ദൂരത്തേക്ക് ക്യാമറ സഞ്ചരിച്ച് എത്തും. അങ്ങനെയെങ്കിൽ ആ ഭാഗം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതായിരുന്നാലും ഇനിയും 50 മീറ്റർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 50 മീറ്ററിനുള്ളിൽ ഉള്ള പരിശോധന അത് നടത്തിയാൽ മാത്രമേ ഈ ടണലിലെ പരിശോധന പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അത് നടത്തുക എളുപ്പമുള്ള കാര്യമല്ല. അത്ര കണ്ട് മാലിന്യം ഇതിനകത്ത് കുടുങ്ങിക്കൂടിയിരിക്കുകയാണ്. ആ മാലിന്യത്തിനിടയിലൂടെ വേണം
സഞ്ചരിച്ച് പരിശോധന നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഉദ്യോഗസ്ഥർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പല ടീമുകളായാണ് പരിശോധന നടത്തി പുറത്തേക്ക് വരുന്നത്. അവർക്ക് എത്താൻ പറ്റുന്ന അത്രയും ദൂരം പോവുകയും അത് പരിശോധിക്കുകയും അതിനുശേഷം അവർ മടങ്ങുമ്പോൾ പുതിയൊരു ടീം പോവുകയും ഈ മാലിന്യം പല വശങ്ങളിലേക്ക് വകഞ്ഞു മാറ്റാനുള്ള ശ്രമം, അതായത് നീക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അങ്ങനെ നീക്കി മാറ്റി അതിലൂടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം. മാത്രവുമല്ല അടിയിലൂടെ അവർക്ക് രാവിലെ അവർ പറഞ്ഞത് ഈ വെള്ളത്തിനടിയിലൂടെ നീന്താൻ കഴിയുന്നുണ്ട്. മുകളിലാണ് മാലിന്യത്തിന്റെ ലെയർ ഉള്ളത്. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെ അതിന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഒഴുക്കില്ലാത്തത് കൊണ്ടൊരു പാളി പോലെയാണ്, വലിയൊരു കട്ടിയുള്ള പാളി പോലെയാണ് ഈ മാലിന്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളത്തിനടിയിലൂടെ പോയി നിവരുന്നതിന്, മുകളിലേക്ക് നിവരുന്നതിന് പ്രയാസമാണ്. ഈ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു വലിയ പ്രയാസമുള്ള കാര്യം. ആമേഴഞ്ചാൻ തോട്ടിൽ കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ കാണാതായ ശുചീകരണ തൊഴിലാളിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 25 മണിക്കൂറിലേറെ പിന്നിട്ടു ജോയിയെ കാണാതായിട്ട്. സ്ലാബ് പോലെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് ദൌത്യം ദുഷ്കരമാക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിനായി തെരച്ചിലിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നുണ്ട്. ഇതുവരെ 117 മീറ്റർ നീളമുള്ള ടണലിന്റെ 50 മീറ്ററോളം ഭാഗം പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യവും മറ്റും രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാകുന്നുണ്ട്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.